ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ചീമമണ്ട എങ്കോസി അടിച്ചെഴുതിയിട്ടുള്ള ഡിയർ ഇജാവാലെ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ നെയിം അതുപോലെ തന്നെ എഴുത്തുകാരന്റെ പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട, അത് കുറച്ച് കട്ടിയുള്ള തന്നെയാണ്. പക്ഷേ നമ്മുടെ ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ കാണുക. കാരണം ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചായിട്ട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സാമിന് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കൊണ്ട് തന്നെ ഇതാവുന്നതാണ് കേട്ടോ. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന ബുക്കിലെ മോസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിലെ എല്ലാ ചാപ്റ്റേഴ്സും തന്നെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നത്തെ പോലെ തന്നെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ആൻഡ് വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് പാസ് ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീമമണ്ട എങ്കോസി അടിച്ചെഴുതിയിട്ടുള്ള ഡിയർ ഇജാവാലെ എന്നൊരു ചാപ്റ്ററാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് കേട്ടോ. സോ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എഴുതിയിട്ടുള്ള നമ്മുടെ എഴുത്തുകാരനായ ചീമമണ്ട എങ്കോസി അഡിച്ചിയെ കുറിച്ച് ഒരു സ്റ്റോറി പോലെ നോക്കാം. സോ അഡിച്ചി ഒരു നൈജീരിയൻ റൈറ്ററും ഫെമിനിസ്റ്റും ആയിരുന്നു കേട്ടോ. അവരവരുടെ ടെക്ടോക്ക് ആയിരുന്ന വി ഷുഡ് ഓൾ ബി ഫെമിനിറ്റ്സ് എന്ന ടെക്ടോക്കിലൂടെ ആയിരുന്നു പോപ്പുലർ ആയത് കേട്ടോ. സോ ഒരു ഉറച്ച ഫെമിനിസ്റ്റ് ആണ് നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചി. സോ അഡിച്ചി എഴുതിയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലൂടെ അവർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അഡിച്ചിയുടെ തന്നെ ഡിയർ ഇജാവാലെ ഓർ എ ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 15 സജഷൻ 2017 എഴുതിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ എന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു മാനിഫെസ്റ്റോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇജവാല എന്ന് പറയുന്ന നമ്മുടെ അഡിച്ചിയുടെ സുഹൃത്ത് നമ്മുടെ അഡിച്ചിയോട് ചോദിക്കുന്നുണ്ട് ഹൗ ടു റേസ് ഹെർ ന്യൂ ബോൺ ഡോട്ടർ ചിസലം അഡോറ ആസ് എ ഫെമിനിസ്റ്റ് എന്ന്. അതായത് ഇജവാല എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ന്യൂ ബോൺ ഡോട്ടറായ ചിസലം അഡോറയെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റായി, ഒരു സ്ട്രോങ് ഫെമിനിസ്റ്റായി എങ്ങനെ വളർത്താം എന്ന് നമ്മുടെ എഴുത്തുകാരിയായ ചീമമണ്ട എങ്കോസി അഡിച്ചിയോട് ചോദിച്ചിരുന്നു. സോ ആ ചോദ്യം ചോദിച്ച ഇജവാലക്ക് ഒരു മറുപടി കത്തായിട്ട് എഴുതിയിട്ടുള്ള ഒരു മറുപടി കത്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ആൻഡ് ഈ ഒരു കത്തിൽ ശരിക്കും 15 സജഷൻസ് നമ്മുടെ അഡിച്ചി ഇജാവാലക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വെറും 3 സജഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചിക്ക് നമ്മുടെ ഇജാവാലക്ക്, അതായത് ഏതൊരു മനുഷ്യനും അവരുടെ മകളെ അല്ലെങ്കിൽ മകനെ ഒരു സ്ട്രോങ് ഫെമിനിസ്റ്റ് ആയി എങ്ങനെ വളർത്താം എന്നതിനുള്ള സജഷൻസ് ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിയർ ഇജാവാല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം ഇതൊരു ലെറ്റർ ആണ് അല്ലെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലെറ്ററിന്റെ ഫസ്റ്റ് ഭാഗങ്ങളിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ അമ്മയായ ഇജാവാലയെ നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചി അഭിനന്ദിക്കുന്നതും അവരുടെ മകളുടെ പേരിനെ കുറിച്ചൊക്കെ പ്രശംസിക്കുന്നതുമാണ് നമ്മുടെ കത്തിന്റെ ആദ്യ ഭാഗം. അത് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സംഭവമല്ല കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 3 സജഷൻസ് ആണ് കേട്ടോ. സോ അത് പഠിച്ചത് തന്നെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് എഴുതാവുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 ടൂൾസ് നമ്മുടെ അഡിച്ചി ഇജാവാലക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഐ മാറ്റർ എന്നാണ്. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്കും വിലയുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം എന്നൊരു ടൂളാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ടൂൾ ആയിട്ട് നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചി ഇജാവാലക്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻ യു റിവേഴ്സ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട് എന്നുള്ളൊരു ടൂളാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അഡിച്ചി ഇജാവാലയോട് ചോദിക്കുകയാണ്, അതായത് നിന്റെ ഭർത്താവ് നിന്നെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നീ അവന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഫോർഗീവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതും ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആണ്, അതൊരു ഫെമിനിസ്റ്റ് ആക്ട് തന്നെയാണ് എന്നാണ് അഡിച്ചി ഇജാവാലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് സജഷനിലേക്ക് കടക്കാം. അപ്പോ ഈ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചി ഇജാവാലക്ക് കൊടുക്കുന്ന ഒരു സജഷൻ ആണ്. ആൻഡ് സെക്കൻഡ് സജഷനെ കുറിച്ചും തേർഡ് സജഷനെ കുറിച്ചും നമുക്ക് പറയാം. ബട്ട് ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് ഇജാവാലോട് തന്നെ, ഇജാവാലക്ക് വേണ്ടി, അതായത് ഓരോ അമ്മയ്ക്കും വേണ്ടി മാത്രം പറയുന്ന ഒരു സജഷനാണ് കേട്ടോ. അതായത് ബി എ ഫുൾ പേഴ്സൺ, മദർഹുഡ് ഈസ് എ ഗ്ലോറിയസ് ഗിഫ്റ്റ് ബട്ട് ഡു നോട്ട് ഡിഫൈൻ യുവർ സെൽഫ് സോൾലി ബൈ മദർ. ബി എ ഫുൾ പേഴ്സൺ. അതായത് ഇജാവാലോട് നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ മനുഷ്യനാവുക, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവുക. അതായത് മദർഹുഡ്, അതായത് മാതൃത്വം, അമ്മ എന്നുള്ള ഒരു പൊസിഷൻ, അത് വളരെ മഹനീയമായ ഒരു പൊസിഷൻ ആണെങ്കിലും അത് മാത്രമാവരുത് നിന്റെ ഒരു ഗോൾ, നിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നിന്നെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു അമ്മ എന്ന രീതിയിൽ മാത്രമാവരുത്. അത് വേണം, അത് വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ അത് മാത്രമാവരുത് നിന്റെ ഒരു സോൾ പേർപ്പസ് എന്നാണ് നമ്മുടെ എഴുത്തുകാരിയായ അഡിച്ചി
ഇജാവലോട് പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്. യു ലവ് വാട്ട് യു ഡു ആൻഡ് ലവിങ് വാട്ട് യു ഡു ഇസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഗിവ് യുവർ ചൈൽഡ്. അതായത് നമ്മുടെ എഴുത്തുകാരിയായ ആഡിച്ചി ഇജാവലോട് പറയുകയാണ്, നീ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണം. നീ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് അതാണ് നീ നിന്റെ മകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് വർക്ക് എടുക്കേണ്ടി വരുന്നതിൽ നീ ആരോടും ക്ഷമ പറയേണ്ടതില്ല, അപ്പോളജീസ് പറയേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് സജഷനിൽ നമ്മുടെ എഴുത്തുകാരിയായ ആഡിച്ചി ഇജാവലോട് പറയുന്ന മറ്റൊരു കാര്യമാണ് എവരിബഡി വിൽ ഹാവ് an opinion about what you should do, but what matters is what you want for yourself and not others want you to want. അതായത് നമ്മുടെ എഴുത്തുകാരി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക്, അതായത് ഇജാവലോട് പറയുകയാണ്, നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേണം. എല്ലാവർക്കും നീ എന്ത് ചെയ്യണം എന്നുള്ളതിൽ അവരവരുടേതായ ഒപ്പീനിയനുകൾ ഉണ്ടാവും. പക്ഷേ നീ നിനക്ക് വേണ്ടിയുള്ളത് ചെയ്യണം. നീ യു ഷുഡ് ഡു വാട്ട് മാറ്റേഴ്സ് ഫോർ യുവർ സെൽഫ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു അമ്മയാവുന്ന ഏർലി സ്റ്റേജസിൽ നീ ഹെൽപ്പുകൾ ചോദിക്കാൻ മടിക്കരുത് എന്ന് പറയുകയാണ്. ഒരിക്കലും ഞാനൊരു സൂപ്പർ വുമൺ ആണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാം സാധിക്കും എന്ന് വിചാരിച്ചേക്കരുത്. പകരം ഹെൽപ്പുകൾ ചോദിക്കാൻ മടിക്കരുത് എന്ന് പറയുകയാണ്. കാരണം പാരന്റിങ് ഈസ് അബൌട്ട് പ്രാക്ടീസ് എന്നും അതുപോലെ തന്നെ അതൊരു സ്നേഹമാണ്, ലവ് എന്നാണ് നമ്മുടെ എഴുത്തുകാരിയായ ആഡിച്ചി ഇജാവലോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒപ്പം അവർ പറയുന്നു, ഡോണ്ട് അസ്യൂം ദാറ്റ് യു ഷുഡ് നോ എവറിത്തിങ്. റീഡ് ബുക്സ്, ലുക്ക് തിങ്സ് അപ്പോൺ ദി ഇന്റർനെറ്റ്, ആസ്ക് ഓൾഡർ പാരന്റ്സ്, or just use trial and error. But above all, let your focus be on remaining a full person. Take time for yourself. Nurture your own needs. അതായത് ആഡിച്ചി ഇജാവലോട് പറയുകയാണ്, നിനക്ക് എല്ലാം അറിയുമെന്ന് നീ വിചാരിക്കരുത്. പകരം നീ പുസ്തകങ്ങൾ വായിക്കണം, അതുപോലെ തന്നെ നെറ്റുകളിൽ സെർച്ച് ചെയ്യണം, അതുപോലെ തന്നെ ഇതിനു മുമ്പ് പാരന്റ്സ് ആയിരുന്ന ആളുകളോട് നീ സംശയങ്ങൾ ചോദിക്കണം. അല്ലെങ്കിൽ നിനക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴും നീ വെറും ഒരു അമ്മയായി മാത്രം മാറരുത്. നീ ഒരു ഫുൾ പേഴ്സണായി മാറണം. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള സമയം നീ എടുക്കണം. നീ നിന്റെ കൂടി ആവശ്യങ്ങളും മനസ്സിലാക്കണം, അത് ഫുൾഫിൽ ചെയ്യണം എന്ന് പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സജഷൻ കഴിയുകയാണ് കേട്ടോ. സോ നമുക്ക് സെക്കൻഡ് സജഷനിലേക്ക് പോകാം. സോ ഈ ഒരു സജഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചൈൽഡിനെ, ഒരു കുട്ടിയെ നോക്കേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ അമ്മക്ക് മാത്രമല്ല, എന്നാൽ പകരം അച്ഛനും, ആ കുട്ടിയുടെ അച്ഛനും അതേ സെയിം ലെവലിലുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് പറയുന്നത്. ഫാദർ ഈസ് ആസ് മച്ച് ആസ് എ വേർബ് ആസ് എ മദർ. അതായത് അമ്മയെ പോലെ തന്നെ അച്ഛനും ഒരു കുട്ടിയെ നോക്കാനുള്ള തുല്യമായ ഡ്യൂട്ടി ഉണ്ടെന്നാണ് നമ്മുടെ എഴുത്തുകാരിയായ ആഡിച്ചി ഇജാവലോട് പറഞ്ഞു കൊടുക്കുന്നത്. എക്സെപ്റ്റ് എന്താണ് പറയുന്നത്, ബ്രസ്റ്റ് ഫീഡിങ്. അതെന്താണ്, അത് സ്ത്രീകൾക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ, അത് അമ്മമാർക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചൈൽഡ് കെയർ ഈക്വലി. സ്വന്തം കുട്ടിയെ പരിപാലിക്കാനും അവരെ കെയർ ചെയ്യാനുള്ള ഡ്യൂട്ടിയും രണ്ടു പേർക്കും തുല്യമാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം കുട്ടിയെ ഒരു 5 മിനിറ്റ് നോക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഒന്ന് പിടിക്കുമോ, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം, ഒരു ഹെൽപ്പ് ചെയ്യോ എന്ന രീതിയിൽ ചോദിക്കാനേ പാടില്ല. കാരണം അത് അവരുടെയും കൂടി ഡ്യൂട്ടിയാണ്, അതായത് ഫാദേഴ്സിന്റെയും കൂടി ഡ്യൂട്ടിയാണ്. അതൊരിക്കലും നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ കുട്ടിയെ നോക്കിയതിനൊന്നും അവരെ സ്പെഷ്യലായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു ആവശ്യമില്ല. ആരെ അഭിനന്ദിക്കേണ്ട, ഫാദേഴ്സിനെ, അതായത് അച്ഛന്മാരെ. അവരൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ കുട്ടിയെ നോക്കിയത് കൊണ്ട് നിങ്ങൾ അവരെ പ്രശംസിക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്ന് ആഡിച്ചി പറയുകയാണ്. കാരണം ഇതെല്ലാം ഡൂയിങ് ഇറ്റ് ടുഗെദർ ആവണം എന്നാണ് പറയുന്നത്. അതായത് ഇത് 2 പേരുടെയും ഡ്യൂട്ടിയാണ്, ഇത് 2 പേരും കൂടി ചേർന്ന് ഒരുമിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് ആഡിച്ചി സെക്കൻഡ് സജഷനിലൂടെ പറയുന്നത്. സോ ഈ സജഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് തേർഡ് സജഷനിലേക്ക് പോവാം അല്ലേ. സോ തേർഡ് സജഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോണ്ട് ever tell her that she should or she should not do something because she is a girl എന്നാണ്. അതായത് ഒരിക്കലും നിങ്ങളുടെ കുട്ടിയോട് നീ ഒരു പെണ്ണായതുകൊണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് ഒരിക്കലും പറയരുത്. കാരണം അടിച്ചു പറയുന്നത് ബിക്കോസ് യു ആർ എ ഗേൾ ഇസ് നെവർ എ റീസൺ ഫോർ എനിത്തിങ് എന്നാണ്. അതായത് നമുക്കറിയാം അല്ലേ, നീ ഒരു പെണ്ണായതുകൊണ്ട് നീ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നീ കുക്ക് ചെയ്യാൻ പഠിക്കണം, അതുപോലെ തന്നെ നീ പെണ്ണായതുകൊണ്ട് വീട് വൃത്തിയാക്കാൻ പഠിക്കണം, നീ പെണ്ണായതുകൊണ്ട് വീട് അറേഞ്ച് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പകരം എന്ത് ചെയ്യണം, നീ കുക്ക് ചെയ്യാൻ പഠിക്കണം. അത് പറഞ്ഞാൽ മതി. നീ പെണ്ണായതുകൊണ്ട് കുക്ക് ചെയ്യാൻ പഠിക്കണം, നീ പെണ്ണായതുകൊണ്ട് വീട് വൃത്തിയാക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കാരണം വീട് വൃത്തിയാക്കുന്ന ജോലിയും അതുപോലെ തന്നെ കുക്കിംഗ് എല്ലാം ഏതൊരു മനുഷ്യനും വേണ്ട ഒരു ലൈഫ് സ്കില്ലാണെന്നാണ്. അത് ബോത്ത് മെന്നിനും അതുപോലെ തന്നെ വിമനും
ഈക്വലി വേണ്ട ഒരു സ്കിൽ ആണെന്നുമാണ് ആഡിച്ചി ഇജാവലോട് പറഞ്ഞു കൊടുക്കുന്നത്. നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം അത് ചെയ്യണം എന്ന് അവരോട് ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ ആഡിച്ചി പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ട കളർ സ്വീകരിക്കരുത്. അതായത് പിങ്ക്, നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് പിങ്ക് എന്ന് പറയുന്നത് ഗേൾസിനാണെന്നും അതുപോലെ തന്നെ ബ്ലൂ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ് ഒക്കെ ബോയ്സിനുള്ള കളേഴ്സുമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ധരിച്ചു വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ശരിയല്ല എന്നും നമ്മൾ ഒരിക്കലും അവരോട് ഇന്ന കളർ ചൂസ് ചെയ്യണമെന്ന് പറയരുതെന്നും അവർക്ക് ഇഷ്ടമുള്ള കളർ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കളർ അവർ ചൂസ് ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആഡിച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ ടോയ്സിന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും നിങ്ങൾ ആണായതുകൊണ്ട് അവന് ട്രെയിനും കാറും അതുപോലെ തന്നെ സ്പൈഡർമാനും സൂപ്പർമാനും അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കരുത്. അതുപോലെ തന്നെ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം അവർക്ക് ഡോൾസിനെയും മറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സും മറ്റും കൊടുക്കരുത്. കാരണം അവിടെ മുതൽ തന്നെ അവർ തമ്മിലുള്ള ഇനിക്വാലിറ്റി തുടങ്ങുകയാണെന്നാണ് ആഡിച്ചി ഇജാവലോട് പറഞ്ഞു കൊടുക്കുന്നത്. പകരം എന്ത് ചെയ്യണം, ഓരോ പാരൻസും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, കുട്ടികൾക്ക് നിങ്ങൾ 2 ടോയ്സും കൊടുക്കണം. അതായത് ട്രെയിൻസും കാർസും അതുപോലെ തന്നെ ഡോൾസിനെയും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. എന്നിട്ട് അവർ ചൂസ് ചെയ്തോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചൂസ് ചെയ്തോട്ടെ എന്നാണ് ചീമമണ്ട എങ്കോസി ആഡിച്ചി ഇജാവലോട് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് ഇതൊന്നും നമ്മൾ ഇജാവലോട് മാത്രം പറയുന്നതായി കണക്കാക്കരുത്. ഇതൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. കാരണം ഇനി നമ്മളും എന്താവാൻ പോവുകയാണ്, ഇനി ഭാവിയിലുള്ളൊരു പാരന്റ് ആവാൻ പോവുകയാണ് അല്ലേ. സോ നമ്മളും നമ്മളെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, 2 ടോയ്സും വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ ചൂസ് ചെയ്തോട്ടെ അവർക്ക് ഏത് വേണമെന്ന്. അല്ലാതെ നമ്മൾ ഇന്നത് ബോയ്സിനാണെന്നും ഇന്നത് ഗേൾസിനാണെന്നും നമ്മളല്ല ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ആഡിച്ചി പറയുന്നത്. സോ ആ ഒരു കൺക്ലൂഷനോടെ നമ്മുടെ ഈ ചാപ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3rd മൊഡ്യൂളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒറ്റ മൊഡ്യൂൾ മാത്രമുള്ളൂ. സോ ഈ ഒരു പവറോട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഉള്ള മൊഡ്യൂളും സിമ്പിളായിട്ട് കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ വീഡിയോൻ്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സുമായി കാണാം. ലെറ്റ്സ് പാസ് ഡിഗ്രി.